അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ അമ്മാ ബഅദ്. ആ പുറത്ത് നിൽക്കുന്ന, റോഡിൻ്റെ ബക്കിൽ നിൽക്കുന്ന എല്ലാ ആളുകളോടും, നിങ്ങൾ വന്നത് ഒരു മഹാൻ്റെ ഹളറത്തിലേക്കാണ്, മഹാന്മാരുടെ ഹളറത്തിലേക്കാണ്. അതോടൊപ്പം അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുണ്ടെങ്കിൽ ഈ വേദിയിലും അള്ളാഹിൻ്റെ തൗഫീഖോട് അൽഹംദുലില്ലാ നമ്മൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, ഇന്ന് മുസ്ലിം ഉമ്മത്തിൻ്റെ ആത്മീയ കേന്ദ്രമായി ഈ സമൂഹത്തെ വറക്കിൽ നിന്ന്, ഈ സമൂഹത്തെ അശ്രദ്ധയിൽ നിന്ന് അള്ളാഹുവിലേക്ക് വിളിച്ചുണർത്തുന്ന നമ്മുടെ പ്രിയങ്കരനായ വലിയുദ്ദീൻ ഫൈസി, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ അള്ളാഹു പെടുത്തിത്തരട്ടെ. മാത്രമല്ല, ഞാനൊക്കെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് യുവാക്കളുടെ കൂട്ടത്തിൽ, ആലിമീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അനുഗ്രഹം ചെയ്ത, അള്ളാഹു ഈ സമൂഹത്തിന് നൽകിയ ഒരു ആസ്തിയാണ് വലിയുദ്ദീൻ ഫൈസി. ദൂരെ നിൽക്കുന്നവരോട്, റോഡിൻ്റെ ബക്കിൽ നിൽക്കുന്ന എല്ലാവരോടും, മാത്രമല്ല ഈ ഒരു ക്യാമറയെ മാത്രം ബഹുമാനിച്ചിട്ട് നിങ്ങൾ കുറേ ദൂരെ നിൽക്കണ്ട, ഇതിനെ കുറച്ച് അടുത്തിട്ടിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് അടുത്ത് വരി, കസേര പിടിച്ചിട്ട് എല്ലാവരും അടുത്ത് വരി, ഈ സദസ്സ് ഭംഗിയാക്കി. ക്യാമറന് കുറച്ച് മുന്നേ, ഇതിന് കുറച്ച് മുന്നേ, എന്നും വരി, പേടിക്കണ്ട, അതൊന്നും ബുദ്ധിമുട്ടാക്കിയാലാണ്. ക്യാമറക്കാരനുണ്ട്, ലൈവ് എല്ലാം ബാക്കിൽ നിന്ന് ഒരാളും ഇടയിൽ ഗ്യാപ്പ് കൊടുക്കണ്ട. മന്നെ നിഹാൽ, നീ കുറച്ച് കരത്തിരുവാൻ, ആ കരത്തിൽ നീ അവനും പോണ്ട് അടുത്ത്. ബാക്കിലുള്ളവരെല്ലാം, എല്ലാ ആളുകളും, പ്രിയമുള്ളവരെ, ഇത്ര നല്ല ഒരു സദസ്സ് നിങ്ങളിത് കാണികളായി കാലി കസേര കൊണ്ടുവരണ്ട. ഉസ്താദ് നിങ്ങൾ വരി, മുന്നിലിരിക്കും, നിങ്ങൾ ഇരിക്കും. കാലി കസേര ആരും കൊണ്ടുവരണ്ട, നിങ്ങൾ ഇരിക്കുന്നവർ കസേര കൊണ്ടുവന്നാൽ മതി. ആ ബാക്കിൽ നിൽക്കുന്ന എല്ലാവരോടും, കാരണം ഒരു മജ്ലിസ് അത് ഭംഗിയാക്കേണ്ടത് നമ്മുടെ ബാധ്യത, ഉത്തരവാദിത്വം. വലിയ വലിയ പ്രഗത്ഭരായ ആളുകൾ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വലിയുദ്ദീൻ ഫൈസി നമ്മുടെ ഈ സദസ്സിലേക്ക് വന്നത് നമ്മുടെ നാട്ടിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. മാത്രമല്ല, ആ വലിയുദ്ദീൻ ഫൈസിയെ കൊണ്ട് ഇന്ന് കർണാടകയിലും കഴിഞ്ഞ 4ാം വാർഷിക മഹാസമ്മേളനത്തിൽ വലിയ ഒരു പള്ളി, നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു പള്ളി, ഏകദേശം ഒരു 35,000 സ്ക്വയർ ഫീറ്റ് ഉൾക്കൊള്ളുന്ന ഒരു പള്ളി അള്ളാഹുവിന് സമർപ്പിക്കാൻ സാധിച്ച, വെറും നൂറെ അജ്മീറിൻ്റെ കാരണം കൊണ്ട്, വലിയുദ്ദീൻ ഫൈസിയുടെ കാരണം കൊണ്ട് മാത്രം സമസ്തയുടെ സമുന്നതനായ നേതാവ്, ജീവിതത്തിലൊരു കറാഹത്ത് പോലും ചെയ്യാത്ത റഹീസുൽ മുഹക്കിക്കീൻ കണ്ണിയത്ത് ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഒരു പഴയ ഒരു ഓടിട്ട പള്ളി, ഒരു യാത്രാ സൗകര്യമില്ലാത്തൊരു സ്ഥലം, ആ സ്ഥലത്തെ ജനശ്രദ്ധയെ കേന്ദ്രമാക്കി മാറ്റുന്നിടത്ത് അതിൻ്റെ കാരണക്കാരനായ വലിയുദ്ദീൻ ഫൈസി ഇന്ന് വെറും വായക്കാടിലല്ല, കേരളത്തിൽ മാത്രമല്ല, കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ പള്ളികൾ, മദ്രസകൾ, ദീനി സ്ഥാപനങ്ങൾ ഒരു ആത്മീയ മജ്ലിസിലൂടെ നിലനിർത്താൻ കാരണക്കാരനായ വലിയുദ്ദീൻ ഫൈസിയുടെ ഹമീദ് കാലി കസേര വെക്കണ്ട, ബർട്ട് എല്ലാവരും വന്നിട്ട് കസേര കയ്യിൽ പിടിച്ചോണ്ട് വരട്ട്. നിങ്ങൾ ഇനി സ്റ്റേജിക്ക് വാ ഹമീദ്, ബൈ വാ സ്റ്റേജിക്ക് വാ. നിങ്ങളെല്ലാം ഇവിടെ വന്നിട്ടിരിക്കണം എല്ലാവരും. ആ ദൂരെ അതാരും ഇവിടെ ബാക്കിൽ അത്ര ദൂരെ നിൽക്കുന്നു. വരി, ഇങ്ങനത്തെ ഒരു മജ്ലിസിലേക്ക് നിങ്ങൾ പിന്നെ ബേജാറായി പോകും, പിന്നെ നിങ്ങൾ നിരാശപ്പെട്ടു പോകും. അജ്മീർ ഖജ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പേരിലാണ് നൂരെ അജ്മീർ. അൽഹംദുലില്ലാ, ഈ പരിയത്തെടുക്ക എന്ന് പറയുന്ന ഒരു
അള്ളാഹുവിൻ്റെ ആധ്യാത്മികമായ ഔലിയാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഇവിടുത്തെ നാട്ടുകാർ, പാവങ്ങൾ, സാധുക്കൾ ഈ പള്ളി കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അൽഹംദുലില്ലാ, ഇത് പരിയൽത്തെടുക്ക തന്നെയാണോ? ഇവിടുത്തെ മദ്രസ കെട്ടിടം കണ്ടപ്പോൾ, ഇവിടുത്തെ ചുറ്റുപാടും കണ്ടപ്പോൾ, ഒരു കാലത്ത് ചെറിയ ഒരു ഓടിട്ട ഒരു പള്ളിയായിരുന്നു ഇത്, അല്ലേ MS? ഒരു ഓടിട്ട പള്ളിയായിരുന്നു ഇത് ഒരു കാലത്ത്, പഴയ പള്ളി. പക്ഷേ ആ പള്ളി ഉണ്ടാകുമ്പോൾ 2 മക്ബറകളെ അവിടെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അത് വെറും ഖബറുകളായി, ഒന്നും അതിന് വേണ്ട വ്യവസ്ഥകൾ ചെയ്യാതെ കിടക്കുമായിരുന്നു. അവരെ നിങ്ങൾ ആദരിക്കലോടൊപ്പം അവർക്ക് താമസിക്കാനുള്ള സൗകര്യം വേണ്ടതുപോലെ ചെയ്തപ്പോൾ അൽഹംദുലില്ലാ, ഈ നാടിനെ അല്ലാഹു തആല ഒരു ലൈറ്റ് ഹൗസായി. ആ ഔലിയാക്കന്മാരുടെ കാരണങ്ങളെ കൊണ്ട് തന്നെ ഇന്ന് ഈ പരിയൽത്തെടുക്ക ഒരു അബുദാബിയിലോ ദുബായിലോ ഒരു ഗൾഫ് നാട്ടിലുള്ള പോലത്തെ ഒരു സുന്ദരമായ ഒരു അള്ളാഹുവിൻ്റെ ഭവനം. ആ ഭവനത്തിന് ഓടി നടക്കാനും പ്രവർത്തിക്കുവാനും ഇവിടെ പഴയ തലമുറയിലെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഇന്ന് ഈ സമൂഹത്തിൻ്റെ ഒരു യുവനേതാവ് MS മുഹമ്മദ്, അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകട്ടെ, മുസ്ലിം ഉമ്മത്തിന് അഭിമാനമായി എടുത്തു പറയാൻ പറ്റിയ, ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി അശോക് കുമാർ റൈ പറഞ്ഞതുപോലെ ഒരു കസ്തൂരി സോപ്പ് പോലെ MS ഇല്ലാത്ത പരിപാടി പരിപൂർണമല്ല. MS പ്രസംഗിക്കാത്ത സഭകൾ പരിപൂർണമല്ല. ആ നിലക്ക് ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു പൊളിറ്റിക്കൽ നേതാവ് ഗൾഫ് നാട്ടിലേക്ക് ഒരു പള്ളിക്ക് വേണ്ടിയിട്ട്, ഒരു മദ്രസയ്ക്ക് വേണ്ടി സംഭാവനയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ MS മുഹമ്മദാണ്. ഞാനൊരു MS മുഹമ്മദിനെ പറയാനല്ല, അത്തരം 10 MS-മാർ ഈ നാട്ടിൽ വളർന്നു വരണം. MS-ന് തണിയായി, തണലായി ഇനി ഇവിടുത്തെ യുവാക്കൾ വളർന്നു വരണം. മാത്രമല്ല, വലിയ ലക്ഷ്യങ്ങളാണ് ഈ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ പരിയൽത്തെടുക്കയിലെ ഈ മഹല്ലുകാർക്ക്, ഈ നാട്ടുകാർക്കുള്ളത്. ഞാൻ പ്രാസ്താവികമായി സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പറയുന്നതിന് പകരം ഈ നാട്ടിൻ്റെ ആവശ്യങ്ങളെന്ത്, ഈ നാട്ടിലേക്ക് ഇതിൻ്റെ കീഴിലായി 2 മദ്രസകൾ, പള്ളി, ഒരു ജുമാഅത്ത് പള്ളിയാകാൻ പോകുന്ന സ്ഥലം, 2 സ്ഥലങ്ങൾ ഇതിൻ്റെ കീഴിലായി കിടക്കുന്നു. മാത്രമല്ല, ഈ പള്ളിയെയും വലിയ ചെലവ് വരുന്നു. ഒരു 10ഓളം സ്റ്റാഫുകൾ, അവർക്ക് ശമ്പളത്തിന് വേണ്ടി, ഈ പള്ളിക്ക് വരുമാനത്തിന് വേണ്ടി അൽഹംദുലില്ലാ വലിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, അതോടൊപ്പം ഇതിൻ്റെ മുകളിലേക്ക്, ഈ മദ്രസയുടെ മുകളിലേക്ക് ഒന്ന് ഉയർന്ന ഒരു കെട്ടിടം ഉണ്ടാക്കണമെന്ന ഉദ്ദേശം അവരുടെ മനസ്സിലുണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് ഒരു പിരിവുകാരൻ്റെ ആവശ്യമില്ല, ഒരു സംഭാവന ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ വിളിച്ചിട്ട് 10 ചാക്ക് സിമെന്റ് തരി, 1 ലോഡ് ജെല്ലി തരി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളൊക്കെ സ്ഥാപനത്തിന്, ബഹുമാനപ്പെട്ട വലിയുദ്ദീൻ ഫൈസി അറിയാനാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത്, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വിഷമിക്കുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, ഞങ്ങൾക്ക് ജെല്ലി ആവശ്യം വരുമ്പോൾ, ഞങ്ങൾക്ക് സിമെന്റ് ആവശ്യം വരുമ്പോൾ ഞങ്ങളോടി വരുന്നത് MS മുഹമ്മദിന്റെ അരികിലേക്കാണ്. MS മുഹമ്മദിന് NS അബ്ദുള്ള ഹാജിയെ പോലെയുള്ള, കോഴിക്കോടിലെ ആളുകളെ പോലെയുള്ള, മാത്രമല്ല ഒരു 10ഓളം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ ക്രസറുകൾ മാത്രമുണ്ട്. ആ 10 ക്രസറുകളുടെ അരികിലേക്ക് ഒരു ദിവസം MS രാവിലെ പോയാൽ എത്ര ലോഡ് ജല്ലി വേണം, എത്ര ലോഡ് പൂയ വേണം, എത്ര ഇരുമ്പ് വേണം, ഇതൊക്കെ വാങ്ങാൻ. കാരണം എന്താ? MS ഭൗതികമായി ഈ ദുനിയാവിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ആ MS-ന്റെ സമ്പാദ്യം മുഴുവനും ഈ സമുദായമാണ്. MS-ന്റെ സമ്പാദ്യം മുഴുവനും വെറും മുസ്ലിം സമുദായമല്ല. ഈ സമുദായത്തിന്റെ ഹിന്ദുക്കൾ, മുസ്ലിമീങ്ങൾ, ഈ സമുദായത്തിന്റെ എല്ലാ വർഗത്തെയും സ്വാധീനിച്ച ഒരു പൊളിറ്റിക്കൽ വലിയ സ്റ്റേറ്റിൽ ഒരു നേതാവാകേണ്ട ഒരു രാഷ്ട്രീയ നേതാവാണ് MS മുഹമ്മദ്. അതുകൊണ്ട് തന്നെ എനിക്കും വലിയ സന്തോഷം. ഇല്ലെങ്കിൽ 10 ചാക്ക് സിമെന്റ് തരി, കുറച്ച് പൈസ തരിയും ചോദിക്കേണ്ട, ഒരു പിരിവ് നടത്തേണ്ട ആവശ്യം എനിക്ക് വരുമായിരുന്നു. ഇല്ല, ഞാനിവിടെ പിരിവ് ഉദ്ദേശിക്കുന്നില്ല. MS മുഹമ്മദ് വിളിച്ചാൽ തരാൻ പറ്റിയ മുതലാളിമാർ, പ്രത്യേകിച്ച് അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയസ് നൽകട്ടെ ഞങ്ങൾ NS അബ്ദുള്ള ഹാജിക്ക്, നമ്മുടെ ജില്ലയിൽ, നമ്മുടെ താലൂക്കിൽ
ഞങ്ങളൊക്കെ വിഷമം വരുമ്പോൾ ഓടിപ്പോകും. വാതിൽ മുട്ടിയാൽ ധൈര്യത്തോടു കൂടെ തുറന്ന് ധൈര്യമീ എന്ത് വേണം ചോദിച്ചു തരാൻ പറ്റിയ മാഷാ അല്ലാഹ് നമ്മുടെ പ്രിയങ്കരനായ അബ്ദുള്ള മാതുമൂല അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകട്ടെ. ഞങ്ങളൊക്കെ UAE പോയാൽ, ദുബായിൽ പോയാൽ, കർണാടക ഇസ്ലാമിക് സെൻ്റർ എന്നൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ സംഭാവന ചോദിച്ച് അതിന് വേണ്ടി മാത്രമല്ല CA ആണ്, ചാർട്ടേഡ് അക്കൗണ്ടറാണ്, ഗൾഫിൽ വലിയ വരുമാനവും വലിയ ശമ്പളവും എല്ലാം ഇന്ന് ഒഴിവാക്കിയിട്ട് സ്വന്തം അദ്ദേഹത്തിൻ്റെ ഫാക്ടറികൾ മാത്രമല്ല സമുദായം ചോദിച്ച സമയത്ത് ചോദിക്കാതെ നൽകുന്ന, മാത്രമല്ല അബ്ദുള്ള എത്രമാത്രം കാണുമ്പോൾ ഒരു ചെറിയ പിഞ്ചു പൈതലിനെ പോലെ, അതേപോലെ ഹൃദയം ശുദ്ധിയുള്ള, ഖൽബ് ശുദ്ധിയുള്ള, പ്രത്യേകിച്ച് ഗൾഫ് നാട്ടിൽ ധാരാളമായി സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കുന്ന അബ്ദുള്ള ഹാജി 50,000 രൂപ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. 50 അല്ല, 5 ലക്ഷം വേണമെങ്കിൽ നിങ്ങളെ മദ്രസ വരുമ്പോൾ ഇൻഷാ അല്ലാഹുവേ ദീർഘായുസ് കൊടുക്ക് തമ്പുരാനെ, ആഫിയത്ത് കൊടുക്ക് തമ്പുരാനെ, ഖൈറ് നൽകു തമ്പുരാനെ, നിന്റെ ദീൻ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീക്ക് താ തമ്പുരാനെ. മാഷാ അല്ലാഹ്. അത് ചോദിച്ചിട്ടൊന്നുമല്ല, അവിടേക്ക് എത്തിയത് തന്നെ ഞാൻ കണ്ടപ്പോൾ സന്തോഷമായിപ്പോയി. കുറേ വർഷമായി ഞാൻ ദുബായിൽ നിന്ന് വന്ന ശേഷം അബ്ദുള്ള ഹാജിയെ കണ്ടിരുന്നില്ല. അബ്ദുള്ള ഹാജിയെ പോലെയുള്ളവർ ഈ സമൂഹത്തിന്, അതായത് ഉച്ചില മുഹമ്മദ് അലി ഇവരൊക്കെ ഗൾഫിൽ ഒറ്റക്കെട്ടായി സംഘടനകൾക്ക്, ബാരിസ് സംഘടനയുടെ നേതൃനിലയിൽ നിൽക്കുകയും എല്ലാ സംഘടനകൾക്കും പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 10 മിനിറ്റ് സ്പീച്ച് കേൾക്കണം ഞാൻ കരുതിയിട്ടിരുന്നതാണ്. പക്ഷേ അയാൾ ഇതൊന്നും ആക്കിയില്ല. 2 മിനിറ്റ് മുണ്ടിയിട്ട് അവിടെ ഇരുന്നു. അൽഹംദുലില്ലാഹ് വേദിയിലുണ്ട്. അതുപോലെ നമ്മുടെ NS അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകട്ടെ. അതുപോലെ ഈ ക്രസർ ഇവിടെയൊക്കെ ഈ ഭാഗത്ത് ഇതിക്ക് വേണ്ട ജല്ലി പൂയി എല്ലാം ആവശ്യപ്പെട്ടത് MS ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇറങ്ങിയെങ്കിൽ റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ ബലിപ്പെരുന്നാളിൻ്റെ ഉള്ളിലായിട്ട് ഇതൊന്ന് പൂർത്തിയാക്കണം. തീർച്ചയായിട്ടും അത് കഴിയും. ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ വലിയ പിരിക്ക് സംഭാവന ചോദിക്കുന്ന ആളെങ്കിലും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഫോൺ വിളിച്ചിട്ട് MS പുരയിലുണ്ടോ എന്ന് വരും. വന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ജല്ലി, പൂയ, സിമെൻറ്റ് മേടിച്ചിട്ട് അള്ളാഹുവിൻ്റെ ദീനിന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു പൊളിറ്റിക്കൽ ലീഡർ ഈ പരിയൽ തൃക്ക ജമാഅത്തിന്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കന്മാർക്ക് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹീത നേതൃത്വമാണ് എൻ്റെ യുവാക്കളോട് പറയുവാനുള്ളത്, എൻ്റെ ചെറുപ്പക്കാരോട് പറയുവാനുള്ളത്. നേതൃത്വത്തിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാകണം. നിങ്ങൾ അറിഞ്ഞില്ലേ, കോൾപ്പയിലെ നമ്മുടെ പ്രിയങ്കരനായ ഇക്ബാൽ എന്നൊരു ചെറുപ്പക്കാരൻ, ഭാര്യയും കോരിയും അള്ളാഹുവിൻ്റെ ദീനിന് കൊടുത്തിരുന്നൊരു ചെറുപ്പക്കാരനെ ഒരു കൂട്ടം ആളുകൾ പിടികൂടി. ആരാണോ അള്ളാഹു അറിയും, വിഷമിപ്പിച്ച് പ്രയാസപ്പെടുത്തി 4-5 ദിവസം ചിത്രഹിംസ ആ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ച് വലിയ പണം തട്ടി അവർ പോയി. അവർക്കൊന്നും ജീവിക്കാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ടതല്ല. തീർച്ചയായിട്ടും അള്ളാഹു താല അത്തരം ആഫത്തുകളെ തൊട്ട് ഞങ്ങളെ സമുദായത്തെ അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. അത് വായിക്കാണ്ട് മാഷാ അല്ലാഹ് എല്ലാവരോടും മാഷാ അല്ലാഹ്. ഇന്നലെ ബഹുമാനപ്പെട്ട MS ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ സംഭാവന എഴുതിച്ചിട്ടുണ്ട്. അത് വായിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ പരിപാടിക്ക്, കാരണം ഉസ്താദിനോട് ഇനി വയക്കാടുക്കെത്തണം. ഞാൻ എപ്പോഴും വളരെ വളരെ അദ്ദേഹത്തിൻ്റെ യാത്രനൊക്കെ ഓർക്കുമ്പോൾ, അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഞാനൊക്കെ രാത്രി ഇരുന്ന്, ഞാനും വലിയ ഓടുന്ന ആൾ നിൻ്റെ ധാരണയുണ്ടായിരുന്നു. പക്ഷേ വലിയുദ്ദീൻ ഫൈസിയുടെ യാത്ര ഓർത്തു നോക്കുമ്പോൾ 24 മണിക്കൂറും, പ്രത്യേകിച്ച് ഇനി മലപ്പുറം ജില്ലയിലെ വായക്കാട് പരിപാടി കഴിഞ്ഞിട്ട് സ്വബൈക്ക് ആ അദ്കാറു സബാഹിന് എത്തണം. അള്ളാഹുവേ അദ്ദേഹത്തെ ഇനി 100 വർഷം ദീർഘായുസോടെ, ആഫിയത്തോടെ, സന്തോഷത്തോടു കൂടെ ഈ ദീനിന് പ്രവർത്തിക്കാനുള്ള ആഫിയത്ത് നൽകു തമ്പുരാനെ, ദീർഘായുസ് നൽകു തമ്പുരാനെ. അൽഹംദുലില്ലാഹ് വലിയുദ്ദീൻ ഫൈസി ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ വന്നതിന് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയും അജ്മീർ ഖജ റഹ്മത്തുള്ളാഹി അലൈഹി ഈ സമുദായത്തിൻ്റെ ആധ്യാത്മിക സ്വത്താണ്. 95 ലക്ഷം ആളുകളെ കറാമത്ത് കൊണ്ട് മാത്രം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ആ ഖാജാൻ്റെ ബർക്കത്ത് കൊണ്ട് ഇനി ഇൻഷാ അല്ലാഹ് ആ ഖാജാൻ്റെ ഈ നൂറെ അജ്മീർ തുടങ്ങിയത് കൊണ്ട് എല്ലാ വർഷവും ഇൻഷാ അല്ലാഹ് ഔറോസിനി നൂറെ അജ്മീർ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് MS മുഹമ്മദ് ആ സംഭാവന തന്നവരുടെ പേര് വായിച്ച് അവർക്ക് അവസാനം പ്രാർത്ഥിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഞങ്ങളെയും ഞങ്ങളുടെ നാട്ടുകാരെയും, പാവങ്ങളാണ് ഞങ്ങളുടെ നാട്ടുകാർ, സാധുക്കളാണ് ഞങ്ങളുടെ നാട്ടുകാർ, പരിയൽത്തടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ പുണച്ച പരിയൽത്തടുക്ക
അജിനടുക്ക, ഈ സ്ഥലങ്ങളിലേക്കൊക്കെ, അതേപോലെ ബുളേരിക്കട്ടെ, ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വളരെ നല്ലവരായ പാവങ്ങളായ സാധുക്കളായ അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിക്കുന്ന പാവം മനുഷ്യരാണുള്ളത്. അവർ ഇത്തരം മജ്ലിസുകളിൽ വരുന്ന് ആത്മീയമായി ഇരുന്ന് പ്രാർത്ഥനക്കാണ് കാത്തു നിൽക്കുന്നത്. ഞങ്ങൾക്കും ഈ നാട്ടിനും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ ചേർക്കണമെന്ന് മാത്രം ഉസ്താദിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് MS മുഹമ്മദ് അത് വായിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ പരിപാടിക്ക് അനുവ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.